കഴിഞ്ഞ ദിവസമാണ് ഈ പലസ്തീനിലേക്ക് സഹായം എത്തിക്കാനായി റഫ അതിർത്തി ഇസ്രായേൽ തുറന്നുകൊടുത്തു. അതിന് തൊട്ടു പിന്നാലെ ഹമാസ് ഇസ്രായേലിലെ ടെൽ അവീവിൽ നേർക്ക് 8ഓളം മിസൈലുകൾ തൊടുത്തുവിടുകയായിരുന്നു. അതിനൊരു വമ്പൻ തിരിച്ചടി ഇസ്രായേൽ തുടങ്ങി. ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ച ബോംബിംഗ് ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ ലഭ്യമായ വിവരമനുസരിച്ച് ഗാസയിൽ 50-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് പുറത്ത് വരുന്ന വിവരം. ഏതായാലും ഈ മിസൈൽ തൊടുത്തുവിട്ടത് ഹമാസ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡാണ് ഈ മിസൈൽ ആക്രമണത്തിന് പിന്നിൽ. ഏതായാലും ഇസ്രായേൽ ഒരു വലിയ തിരിച്ചടി തന്നെ നൽകിയിരിക്കുന്നത്. 4 മാസത്തിന് ശേഷമാണ് ഹമാസ് വീണ്ടും ഇസ്രായേലിന് നേർക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള യാതൊരു നീക്കവും ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഒരു വമ്പൻ തിരിച്ചടി, ഇപ്പോഴും കനത്ത വ്യോമാക്രമണം തുടരുന്നതായിട്ടാണ് വിവരം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.